അടിമുടി ദുരൂഹം വ്യക്തതകൾ വരാൻ ഏറെ കാര്യങ്ങൾ ബാക്കി. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ വയോധികയെ കൊന്നു കുഴിച്ചുകൂടിയെന്ന സംശയം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മണ്ണഞ്ചേരിയിലെ കൊത്തശ്ശേരി എന്ന സ്ഥലത്ത് അവിടെ ഒരു വാടക വീടിന് സമീപമുള്ള കുഴി തുറന്നു പരിശോധിക്കുകയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ മാസം 4-ാം തീയതിയാണ് പറവൂർ സ്വദേശിനിയായ വയോധികയെ കാണാതാകുന്നത്. 7-ാം തീയതി പരാതി കൊടുക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ എറണാകുളം സ്വദേശിനിയായ വയോധികയെ പിന്നീട് ആലപ്പുഴ റേഞ്ച് ടവർ ലൊക്കേഷനിൽ കാണിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആലപ്പുഴയിലേക്ക് വ്യാപിപ്പിക്കുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആലപ്പുഴയിൽ ഈ പറയുന്ന ഇടത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കുടുംബം ആ വാടക വീടിന് സമീപമായി ഒരു കുഴി എടുത്തിരിക്കുന്നു. ഇത് സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുന്നു. പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ കൊന്നു കുഴിച്ചു മൂടിയതാണെന്ന നിഗമനത്തിലേക്ക് എത്തുന്നു. ഇപ്പോൾ 2 പേർ സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒന്ന്, ആ ഇടത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ജിതിൻ എന്ന വ്യക്തി, അതിനോടൊപ്പം കുഴിവെട്ടാൻ സഹായിച്ച മറ്റൊരാൾ. ഇവർ 2 പേരുമാണ് കസ്റ്റഡിയിലുള്ളത്. ഈ വാടക വീട്ടിൽ ഇവർ താമസിച്ചിരുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം, അവിടെ പരിശോധിച്ചെടുത്ത് മൃതദേഹം കിട്ടിയിരിക്കുന്നു. പോലീസിന്റെ സംശയങ്ങൾ, അനുമാനങ്ങൾ അത് ശരിയാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ മാസം 4-ാം തീയതി എറണാകുളത്തുനിന്ന് കാണാതായ വയോധികയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹം അത് അവിടെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുസരിച്ചാണെങ്കിൽ പോലീസ് പറഞ്ഞതുപോലെ തന്നെ വയോധികയെ കൊന്നു കുഴിച്ചു മൂടിയിരിക്കുന്നു. മൃതദേഹം ആ വയോധികയുടെ തന്നെയാണോ സുഭദ്രയുടെ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ DNA പരിശോധന അടക്കം വേണ്ടിവരുന്നു. പക്ഷേ നിലവിൽ പോലീസ് നടത്തിയ അന്വേഷണം അത് ശരിയായ ദിശയിലാണെന്ന് മനസ്സിലാക്കുന്നു. എറണാകുളത്തുനിന്ന് കാണാതായ വയോധികയുടെ മൃതദേഹം ആലപ്പുഴയിൽ കണ്ടെത്തിയിരിക്കുന്നു. അതും കൊന്നു കുഴിച്ചുകൂടിയ നിലയിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. കൊലപാതകത്തിന്റെ മോട്ടീവ് എന്താണ്, സുഭദ്രയ്ക്ക് ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ഇപ്പോൾ കസ്റ്റഡിയിൽ ജിതിനുമായി ബന്ധം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും വ്യക്തതയില്ല. പക്ഷേ വ്യക്തതയുള്ള ഒരു കാര്യം, എന്തൊക്കെയോ അവിടെ ദുരൂഹമായി തന്നെ തുടരുന്നു. കാരണം ഈ കൊലപാതകമൊക്കെ നടന്നു കഴിഞ്ഞു എന്നും തോന്നുന്ന സമയം, അല്ലെങ്കിൽ ഈ ഇവിടെ ഒരു ദുരൂഹതയുണ്ട് എന്ന് സംശയിക്കുന്ന സമയം തന്നെ ആ ജിതിൻ താമസിച്ച വീടിന് പരിസരത്തുള്ള വീടുകളിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ ഇത് കൂടുതൽ ബലപ്പെടുത്തുന്നു. കാരണം ലഭിച്ച എല്ലാ സാമഗ്രികളുമായി അവർ ആ നാട് വിടുന്നു, അല്ലെങ്കിൽ ആ പരിസരം വിടുന്നു എന്ന് വേണം മനസ്സിലാക്കുന്നത്. അതായത് എന്തോ തെറ്റ് അവർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ തെറ്റ് ചെയ്ത് നിന്ന് ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായിരുന്നു അത്. പക്ഷേ ജിതിൻ കുടുങ്ങുന്നു, കുഴിയെടുക്കാൻ സഹായിച്ചയാൾ കുടുങ്ങുന്നു. ആ വാടക വീട്ടിൽ ജിതിനോടൊപ്പം ഉണ്ടായിരുന്ന ഭാര്യ അല്ലെങ്കിൽ സ്ത്രീ സുഹൃത്ത് അവർ ഇപ്പോഴും ഒളിവിലാണ്. ഏകദേശം കാര്യങ്ങൾക്കൊരു വ്യക്തത വരുന്നു. കഴിഞ്ഞ മാസം 4-ാം തീയതി കാണാതായ സുഭദ്രയുടെ സംശയിക്കുന്ന മൃതദേഹം പോലീസ് ഇത് ആലപ്പുഴയിലെ മണ്ണഞ്ചേരിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ മനീഷ് മഹിവാൽ ചെയ്യുന്നു. മനീഷ്, പോലീസിന്റെ ട്രാക്ക് ഏകദേശം കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കുന്നു. മൃതദേഹം കണ്ടെത്തിയിരിക്കുന്ന വിശദാംശങ്ങൾ. സുഹൈൽ, മൃതദേഹം പോലീസ് എവിടെയാണെന്ന് കൃത്യമായി ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ നിലവിൽ കാണാൻ സാധിക്കും. അതായത് ഈ മൃതദേഹത്തിൻ്റെ പുറത്തെ മണ്ണ് മാത്രം നീക്കം ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ മാസമാണ് ഈ കൊലപാതകം നടന്നതെങ്കിൽ കൂടി ഈ മൃതദേഹം അഴുകിയിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ നിലവിൽ ഏകദേശം പോലീസ് കുഴിയുടെ ആദ്യ ഭാഗം മണ്ണ് മാറ്റിയ ശേഷം പിന്നീട് നമുക്ക് നിലവിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. അതായത് കറക്റ്റ് ഒരു ബോഡി, ആ മണ്ണിൽ കിടക്കുന്ന ഒരു ബോഡി നിൽക്കുന്ന ഭാഗം അത് മാത്രം ഒഴിച്ചു ബാക്കി എല്ലാ മണ്ണിൻ്റെ, അതായത് അതിൻ്റെ സൈഡിലുള്ള ഭാഗത്തെ മണ്ണെല്ലാം നീക്കം ചെയ്തു. ഈ ബോഡി നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും, അതായത് ഒരാളെ എങ്ങനെയാണോ കിടത്തിയിരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് നേരെ ഒരാളെ കിടത്തിയിരിക്കുന്നു. കുഴിച്ചു മൂടി നേരെ കിടത്തിയിരിക്കുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ, നേരെ കാണുന്ന മണ്ണിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുറമേയുള്ള മണ്ണ് മാറ്റിയാൽ പൂർണ്ണമായും നേരത്തെ പോലീസ് ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് സംഘത്തിലെ ആളുകൾക്ക് ഏതാനും ചില വസ്ത്രത്തിൻ്റെ ഭാഗം ഇവിടെ നിന്ന് കിട്ടിയിരുന്നു. അതായത് ഈ സാരിയുടെ മറ്റോ തുമ്പിൻ്റെ കഷ്ണങ്ങൾ എന്താണ് ഏതോ അവർ അവിടെ ശേഖരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് മൊഴി വിശ്വസിച്ചു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, നേരത്തെ പോലീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ വയോധികയുടെ മൃതദേഹം ഈ പറയുന്ന സംശയിക്കുന്ന ഇടത്ത് ജിതിൻ താമസിച്ച കോർത്തശ്ശേരിയിലെ വാടക വീട്ടിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഇത് സുഭദ്രയുടെ തന്നെ ഉറപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു മൃതദേഹം അതൊരിക്കലും കാണാത്തിടത്ത് വീടിന്റെ സമീപത്ത് ഒരു കുഴിയിൽ കണ്ടെത്തിയിരിക്കുന്നത് സുഭദ്ര തന്നെ നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. സംഭവിച്ചു തന്നെ അറിയാനുള്ള കാര്യങ്ങൾ, എന്തിന് കൊലപാതകം, സുഭദ്രയും പ്രതിന്ന് സംശയിക്കുന്ന ജിതിനും തമ്മിൽ എന്ത് ബന്ധം, ഇപ്പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ജിതിന്റെ ഭാര്യ എവിടെ ഒളിവിൽ പോയി, ഇവർ തമ്മിലുള്ള ബന്ധം തന്നെയാണ് പ്രധാനമായും കേന്ദ്രീകരിച്ച് നടത്തേണ്ട അന്വേഷണം. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇവർ തമ്മിൽ കുടുംബ ബന്ധങ്ങളില്ല, മറിച്ച് ഇവരുടെ വിവാഹം നടത്തിക്കൊടുത്ത് അല്ലെങ്കിൽ ജിതിനും ഈ സ്ത്രീ സുഹൃത്തും തമ്മിലുള്ള ഒരു ബന്ധത്തിന് ഇടനില അല്ലെങ്കിൽ വിവാഹത്തിന് ഇടനില നിന്നത് സുഭദ്രയാണെന്ന കാര്യങ്ങൾ അത്ര വ്യക്തതയില്ലെങ്കിലും അത്തരത്തിൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും മോട്ടീവ് എന്നതായിരിക്കും പ്രധാനപ്പെട്ടും പോലീസിന് അന്വേഷിക്കാനുള്ളത്. ഈ സംഭവത്തിന്റെ തുടക്കം കളമശ്ശേരിയിൽ വെച്ചാണ്. ഈ പറവൂർ സ്വദേശിനിയാണ് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ 4-ാം തീയതി, കഴിഞ്ഞ മാസം 4-ാം തീയതിയാണ് ഈ തിരോധാന കേസ് ഉണ്ടാകുന്നത്. 7-ാം തീയതിയാണ് പരാതി കൊടുക്കുന്നത്.
ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ എറണാകുളത്തുള്ള സുഭദ്ര അവർ ആലപ്പുഴയിൽ എത്തിയെന്ന് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാകുന്നു. ആലപ്പുഴയിലെ കോർത്തശ്ശേരിയിൽ ജിതിൻ താമസിച്ച് ഇടത്ത് വരെ എത്തിയെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നു. പിന്നീട് സുഭദ്രയെ കാണാനില്ല. അവിടെ തന്നെ പോലീസിന് സംശയം ഏകദേശം ഉറപ്പാകുന്നു. സുഭദ്ര കൊല്ലപ്പെട്ടിരിക്കുന്നു, ജിതിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഇപ്പോൾ സുഭദ്രയുടെ സംശയിക്കുന്ന മൃതദേഹം ജിതിൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന കോർത്തശ്ശേരിയിലെ വീടിന് സമീപത്തുള്ള കുഴിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. ദുരൂഹത ഇനിയും നീക്കാനുണ്ട്. കൊലപാതകം എന്തിന്, ഇവർ തമ്മിൽ ബന്ധമെന്ത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു.